ഇതെന്തിൻ്റെ കൊലയെന്ന് പറയാമോ? ഇത് റോബസ്റ്റയുടെ കൊല കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. നോർമൽ പോലെ അല്ല ഇതിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റോബസ്റ്റ പഴം. കപ്പയുടെ പൊക്കം നോക്കിയടാ മുകളിൽ തെങ്ങ് പോലെ ഒരു കപ്പ നമ്മൾ സമയത്തിന് വെട്ടാത്ത കാരണം എനിക്ക് ഇവിടെ മൂത്ത് പോയിട്ടുണ്ടാവും തോന്നുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും സോഫ്റ്റ്വെയർ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് അതുകൊണ്ട് അധികം ഒന്നും നമുക്കിങ്ങനെ വളമിടാനോ നോക്കാനൊന്നും സമയം കിട്ടാറില്ല. അതാണ് ഞാൻ ഇടയ്ക്ക് പറയുന്നത്, നമുക്ക് അതുപോലെ വളമിടാനൊന്നും പറ്റാറില്ല. പക്ഷെ നമ്മൾ പറ്റുന്ന പോലെയൊക്കെ നോക്കും. പിന്നെ നമുക്കൊരു ഗുണം ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓഫീസിൽ ലഞ്ച് കൊണ്ടുപോകുന്നത് ഈ വാഴയിലാട്ടോ. ഇവിടെയൊക്കെ കപ്പയുണ്ട്. ഒക്കെ മൂത്ത് പോയതോ സമയം മൂത്തോന്നും അറിയത്തില്ല. കുറച്ചൊക്കെ ഇങ്ങനെ നമ്മൾ വിഷം അങ്ങനെ ഇപ്പം എലിക്കാണേലും നമ്മൾ അങ്ങനെ പൊടിയൊന്നും ഇടാറില്ല, കാരണം അത് മണ്ണിനൊക്കെ കേടായുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ എലി എടുക്കും. അപ്പോൾ നമ്മൾ അതെന്നാന്ന് വെച്ചാൽ അതുപോലെ ക്ലീൻ ചെയ്തൊക്കെയാണ് കുക്ക് ചെയ്യാറ്. നന്നായിട്ട് തിളപ്പിച്ച് കളഞ്ഞിട്ടൊക്കെയാണ് കുക്ക് ചെയ്യാറ്. ഇതൊരു കൊലയാണ്. അപ്പോൾ ഇത് കുറേ കാലമായിട്ട് ഇങ്ങനെ ഇതേ ഷേപ്പിൽ തന്നെ നിൽക്കുവാണ്. ഇതുവരെ മൂത്തോന്നൊന്നും അറിയത്തില്ല. ഒരു കീഴെ കൂടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ഇത് പഴുത്തിട്ടുമില്ല കേട്ടോ. അത് പഴുത്തിട്ടുമില്ല. വെട്ടാനും പറ്റും. അതെ അതെ. മൂത്തോ നമുക്ക് അറിയത്തില്ല, നമുക്കിതിനെപ്പറ്റി വലിയൊരു ധാരണ കുറവാണ്. പിന്നെ നമുക്കിവിടെ കുറച്ച് ഏത്തവാഴകളൊക്കെ ഉണ്ട്. ഇതൊരു ഞാലിപ്പൂവൻ കൊലയാണ്. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് ഏത്തവാഴയൊക്കെ ഉണ്ട്, അത് കുറച്ചിട്ടുണ്ട്. നമുക്ക് ഓണാവുമ്പോഴേക്കും വെട്ടിയെടുക്കാൻ പാകത്തിനാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇവിടെ ഉണ്ട് മൾബറി നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ മൾബറിയും ഉണ്ട്, പിന്നെ 2-3 കപ്പളവും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിപ്പോൾ നമ്മൾ വേറൊരു നമ്മൾ ഫ്രൂട്ട് ഗാർഡൻ അല്ലാത്ത ഒരു പറമ്പിലാട്ടോ നമ്മൾ ഈ വാഴയുടെ കൃഷി ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വാഴ കൃഷി ചെയ്തത്. നമ്മളിപ്പോൾ ഇത് പുതിയ ഇവിടെ കൃഷിയൊന്നും ചെയ്യാത്ത പ്ലോട്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ വാഴയാണ് കൃഷി ചെയ്തത്. അപ്പം ഈ വാഴകൾ പോകുന്നിടത്ത് നമുക്ക് വേറെ വാഴ വയ്ക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. നമ്മളിപ്പോൾ ഇത് വിൽക്കുന്ന രീതിയിലൊന്നും ആലോചിച്ചിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, ഇത് എങ്ങനെയാണ് നമുക്ക് നോക്കി നടത്താൻ പറ്റുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.